വചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ തിരുവചനമാക്കി തീർക്കണേ എന്നെയും. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വചനവർഷത്തോടനുബന്ധിച്ചുള്ള വചന പഠന ശിബിരത്തിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ എപ്പിസോഡുകളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. 2 എപ്പിസോഡുകൾ നാം പിന്നിട്ടു. ഇന്ന് 3-ാമത്തെ എപ്പിസോഡിൽ നാം ആയിരിക്കുന്നു. ആദ്യ എപ്പിസോഡിൽ 4-ാം സുവിശേഷത്തിൻ്റെ ആമുഖ ചിന്തകൾ കൈമാറി. 2-ാം എപ്പിസോഡിൽ ആമുഖം മുതൽ പ്രലോഗ് മുതൽ കാനായിലെ കല്യാണ വിരുന്ന് വരെയുള്ള സംഭവങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. തുടർന്നുള്ള 2 എപ്പിസോഡുകളിലായി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ശിഷ്ടഭാഗം പരിശോധിക്കാം എന്ന് കരുതുകയാണ്. അതിൽ 3-ാമത്തെ എപ്പിസോഡിൽ ശേഷിക്കുന്ന അധ്യായങ്ങൾ, അതായത് അടയാളങ്ങളുടെ പുസ്തകങ്ങളിൽ ശേഷിക്കുന്ന അധ്യായങ്ങളിലൂടെ നാം കടന്നു പോകും. 4-ാമത്തെ എപ്പിസോഡിൽ യേശു തമ്പുരാൻ്റെ പീഡാനുഭവ മരണ ഉദ്ധാന രഹസ്യങ്ങൾ അനുസ്മരിക്കുന്ന മഹത്വത്തിൻ്റെ പുസ്തകത്തിലൂടെ നാം കടന്നു പോകും. 3-ാമത്തെ എപ്പിസോഡിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഇന്ന് ദേവാലയ ശുദ്ധീകരണ സംഭവം ചിന്തിച്ചുകൊണ്ടാണ് നാം ഈ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുക. 2-ാം അധ്യായത്തിൽ കാനായിലെ കല്യാണ വിരുന്നിൻ്റെ സംഭവം കഴിഞ്ഞ് വരുന്ന ഒരു വേദഭാഗമാണ്. 2-ാം അധ്യായം 13 മുതൽ 25 വരെയുള്ള വചനഭാഗമാണ് ഈ ദേവാലയ ശുദ്ധീകരണത്തിൻ്റെ ഭാഗം. മറ്റ് സുവിശേഷത്തിൻ്റെ അവസാനം കർത്താവിൻ്റെ രാജകീയമായ ജെറുസലേം പ്രവേശനത്തോട് ചേർത്ത് പ്രത്യേകിച്ചും യേശുവിൻ്റെ ഈ ദേവാലയ ശുദ്ധീകരണ കർമ്മം കാണുമ്പോൾ വിശുദ്ധ യോഹന്നാൻ അത് തൻ്റെ സുവിശേഷത്തിൻ്റെ 2-ാം അധ്യായത്തിൽ ആരംഭത്തിൽ തന്നെ ചേർത്ത് വച്ചിരിക്കുന്നു. അതിൻ്റെ ദൈവശാസ്ത്രപരമായ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ യേശു തന്നെ ദൈവത്തിൻ്റെ ആലയമായിട്ടാണ് അവതരിപ്പിക്കുക. യേശുവിൻ്റെ ശരീരം പിതാവാൻ ദൈവത്തിൻ്റെ ആലയം തന്നെ, പുത്രനും പിതാവും തമ്മിൽ ഒരുമിച്ച് വസിക്കുന്ന ഒരു അനുഭവ ചിന്ത, അത് യോഹന്നാൻ്റെ ഒരു ദൈവശാസ്ത്ര ചിന്തയാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ പരസ്യജീവിത ആരംഭത്തിൽ ഈ ദേവാലയ ശുദ്ധീകരണ കർമ്മം നടത്തിക്കൊണ്ട് തൻ്റെ ശരീരം തന്നെയാണ് ദേവാലയമെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. ഇവിടെ നാം കാണുന്നത് ജെറമിയായുടെ പുസ്തകം 7-ാം അധ്യായം 11-ാം തിരുവചനത്തിലും സഖറിയായുടെ പുസ്തകം 14-ാം അധ്യായം 21-ാം തിരുവചനത്തിലും മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം 1-ാം തിരുവചനത്തിലും ദൈവത്തിൻ്റെ ആലയം അശുദ്ധമാകുന്നതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. യോഹന്നാൻ 2:13-17 നാം കാണുന്നത് ഈ പ്രവചനങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള ദേവാലയ ശുദ്ധീകരണത്തിൻ്റെ പൂർത്തീകരണം യേശുവിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ആദ്യ ഭാഗത്ത് യേശു ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രാവുകളെ വിൽക്കുന്നവരോടും അതുപോലെ തന്നെ നാണയമാറ്റക്കാരോടും അവിടെ കച്ചവടം നടത്തുന്നവരോടുമൊക്കെ യേശു വളരെ കാർക്കശ്യത്തോടെ പെരുമാറുന്നത്. നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുന്നു, മേശകൾ തട്ടിമറിക്കുന്നു. പ്രാവുകളെ വിൽക്കുന്നവരോട് മാത്രം പറയുന്ന അവൻ ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുക. അതുപോലെ കയറുകൊണ്ട് അവൻ ചെമ്മട്ടി ഉണ്ടാക്കി ആടുകളോടും കാളകളോടും കൂടി ദേവാലയത്തിൽ നിന്നും കച്ചവടക്കാരെല്ലാം പുറത്താക്കുന്നു. അങ്ങനെ അവൻ ആ ദേവാലയം ശുദ്ധീകരിക്കുകയാണ്. അവിടെ കൂടിയിരുന്ന യഹൂദർക്ക് അത് വളരെ ഒരു ഇടർച്ചയ്ക്ക് കാരണമാക്കി. അവർ പറയുന്നു, നീ എന്തധികാരത്താലാണ് ഇത് ചെയ്യുന്നത്? യേശു പറയുകയാണ്, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. 46 സംവത്സരമെടുത്ത് അവരുടെ പിതാക്കന്മാർ പണിതുയർത്തിയ സോളമൻ്റെ കാലത്ത് പണിത ആ മനോഹരമായ ദേവാലയം നശിപ്പിച്ചാൽ 3 ദിവസം കൊണ്ട് കർത്താവ് പുനരുദ്ധരിക്കുമെന്ന് പറഞ്ഞത്
തൻ്റെ ശരീരത്തിൻ്റെ ഉയർപ്പിനെക്കുറിച്ചാണ് എന്ന് ശിഷ്യന്മാർ പിന്നീടാണ് അത് മനസ്സിലാക്കിയത്. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തപ്പോഴാണ് അത് മനസ്സിലാക്കുന്നത്. അപ്പോൾ തൻ്റെ തന്നെ ദേവാലയമായി, തൻ്റെ ദൈവത്തിൻ്റെ ആലയമായി തൻ്റെ തന്നെ ശരീരത്തെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് യേശു പറയുകയാണ്, ഈ ദേവാലയം ഞാൻ പടുത്തുയർത്തും. തൻ്റെ പീഡാനുഭവ മരണ ഉത്ഥാന രഹസ്യങ്ങളെക്കുറിച്ചുള്ളൊരു മുന്നറിയിപ്പ് ഇവിടെ നൽകുകയാണ്. പരിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന്. എല്ലാ ക്രൈസ്തവനും ദൈവ ആത്മാവ് വസിക്കുന്ന ആലയമാണ് എന്ന് പറയുന്ന പൗലോസിൻ്റെ ചിന്തയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ വചനഭാഗത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തുടർന്ന് വരുന്ന അധ്യായം, 3-ാം അധ്യായത്തിൽ യേശുവും നിക്കോദെമോസും തമ്മിലുള്ള സംവാദമാണ് നമ്മൾ കാണുക. നിക്കോദെമോസ് എന്ന് പറയുന്ന വ്യക്തി ഒരു യഹൂദ പ്രമാണിയായിരുന്നു. ആന്ത്രോപോസ് അല്ലെങ്കിൽ മനുഷ്യൻ എന്ന ഒരു വാക്ക് സുവിശേഷകൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നിക്കോദെമോസിനെ അവതരിപ്പിക്കുന്നത്. ഫരിസേയരിൽ നിക്കോദെമോസ് എന്ന പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അവൻ രാത്രി യേശുവിൻ്റെ അടുത്തേക്ക് വന്നു. അവൻ രാത്രിയിൽ യേശുവിനെ കാണാൻ വരുന്നൊരു സംഭവം. രാത്രി അല്ലെങ്കിൽ ഇരുട്ട് എന്ന് 4-ാം സുവിശേഷകൻ പറയുമ്പോൾ അത് വിശ്വാസരാഹിത്യത്തെയാണ് സൂചിപ്പിക്കുക. നമുക്കറിയാം, പിന്നീട് വരുന്നൊരു അധ്യായത്തിൽ യൂദാസ് യേശുവിനെ ഒറ്റുകൊടുക്കുവാൻ പോകുമ്പോൾ അത് രാത്രിയായിരുന്നു എന്ന് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു. രാത്രി പകൽ എന്നുള്ള പ്രയോഗങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ രാത്രിയിൽ യേശുവിനെ കാണാൻ വരുന്ന ഈ യഹൂദ പ്രമാണിയായ നിക്കോദെമോസ് യേശുവിനെ സംബോധന ചെയ്യുന്നു, റബ്ബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. അവൻ ഒരു പ്രതിനിധിയാണ്. ഞങ്ങൾ അറിയുന്നു എന്ന് പറയുമ്പോൾ നിക്കോദെമോസ് യഹൂദരുടെ സമൂഹത്തിൻ്റെ ഒരു പ്രതിനിധിയാണ്. യേശു പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളിൽ അവൻ വിശ്വസിക്കുന്നു. അവർ പക്ഷേ പൂർണ്ണമായ അടയാളങ്ങൾ കണ്ടുകൊണ്ടുള്ള ഒരു വിശ്വാസമായതുകൊണ്ട് ഇതിന് പൂർണ്ണമായ ഒരു വിശ്വാസത്തിൻ്റെ ശ്രേണിയല്ല. അതുകൊണ്ട് തന്നെ അപൂർണമായ ഒരു വിശ്വാസത്തിൻ്റെ പ്രതീകമായി നിക്കോദെമോസ് കടന്നു വന്ന് യേശുവിനോട് പ്രത്യേകമായിട്ട് സംവാദത്തിൽ ഏർപ്പെടുമ്പോൾ യേശു അവനെ വെളിച്ചത്തിലേക്ക് നയിക്കുകയാണ്. യേശുവിനോട് പറയുകയാണ്, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. വീണ്ടും ജനിക്കുക എന്നുള്ള തർജ്ജമ ഇവിടെ നമ്മൾ മാറ്റി പറയേണ്ടിയിരിക്കുന്നു. ഉന്നതങ്ങളിൽ നിന്നും ജനിക്കുക എന്നുള്ളത് അനോഥൻ എന്ന ഗ്രീക്ക് വാക്കാണ് ഇവിടെ ഉപയോഗിക്കുക. അനോഥൻ എന്ന് പറഞ്ഞാൽ ഉന്നതങ്ങളിൽ നിന്നും എന്നുള്ളതാണ് വാക്കിൻ്റെ അർത്ഥം. അതുകൊണ്ട് അതുകൊണ്ടാണ് അവൻ ചോദിക്കുന്നത്, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഇത്രയും പ്രായമുള്ള ഞാൻ വീണ്ടും കയറി എങ്ങനെ ജനിക്കണം? യേശു അതല്ല വിഭാവന ചെയ്യുക. യേശു പറയുന്നു, ദൈവാത്മാവിനാൽ നീ വീണ്ടും ജനിക്കണം. സമാന്തര സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നുണ്ടല്ലോ, ഒരുവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ശിശുക്കളെ പോലെ ആകണം, അവൻ എളിമപ്പെട്ട് ശിശുക്കളെ പോലെ ആകണം. ഈ ഒരർത്ഥത്തിൽ തന്നെയാണ് യോഹന്നാൻ യേശുവിൻ്റെ ഈ വാക്കുകളെ അവതരിപ്പിക്കുന്നത്. അവൻ വീണ്ടും ജനിക്കണം, അല്ലെങ്കിൽ ഉന്നതങ്ങളിൽ നിന്ന് ജനിക്കണം, മാനസാന്തരത്തിലേക്ക് വരണം. ഇവിടെ നമ്മളത് ഈ അധ്യായത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് കാണുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഇതിൽ 3 ഭാഗങ്ങളായിട്ട് തിരിക്കുവാൻ പറ്റും. ഒന്നാമത്തെ അത് യേശു നിക്കോദെമോസിനോട് ഒരു അപൂർണ വിശ്വാസത്തിൻ്റെ കെടുതിയെക്കുറിച്ച് പറയുന്നു. 2-ാം ഭാഗത്ത് കണ്ടീഷൻ ഫോർ പെർഫെക്റ്റ് ഫെയ്ത്ത്, നല്ല ഒരു ഫെയ്ത്തിൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ടീഷൻസ്, നിബന്ധനകൾ പറയുന്നു. 3-ാമത് വിശ്വാസത്തിൻ്റെ കണ്ടൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് പറയുന്നു. ഇതാണ് ഈ സുവിശേഷത്തിൽ ഈ അധ്യായത്തിൽ പ്രത്യേകമായിട്ട് പറയുക. അതായത് ഇൻപെർഫെക്റ്റ് ഫെയ്ത്ത് എന്ന് പറയുന്നത് അടയാളങ്ങൾ കണ്ടുള്ള ഒരു വിശ്വാസമാണ്. അത് നിക്കോദെമോസിന് അങ്ങനെയുള്ളൊരു വിശ്വാസമാണ് ഏറ്റുപറയുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി വീണ്ടും അവൻ ജനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഉന്നതങ്ങളിൽ നിന്ന് ജനിച്ചുകൊണ്ട്, സ്നാനം സ്വീകരിച്ചുകൊണ്ട്, ആത്മാവിലും ജലത്തിലും സ്നാനം സ്വീകരിച്ചുകൊണ്ട് അവൻ മാനസാന്തരപ്പെടണം, വീണ്ടും ജനിക്കണം എന്ന് പറയുന്നു. റൂഹ എന്നൊരു വാക്കാണ് സുറിയാനിയിൽ പരിശുദ്ധാത്മാവ് എന്നതിന്, അല്ലെങ്കിൽ കാറ്റ് എന്നതിന് ഉപയോഗിക്കുന്നത്. യേശു ഇവിടെ പറയുകയാണ്, കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു. കാറ്റ് എന്നുള്ളതിന് ഇവിടെ അനേമോസ് എന്നൊരു വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിക്കുക. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് ന്യൂമ എന്ന വാക്കാണ് ഉപയോഗിച്ച് കാണുക. ന്യൂമ എന്ന് ഗ്രീക്കിൽ പറഞ്ഞാൽ
ദൈവാത്മാവ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. റൂഹ എന്ന് പറഞ്ഞാൽ ദൈവാത്മാവ് എന്നർത്ഥം. അതേസമയം അനേമോസ് എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം സാധാരണ നമ്മൾ പ്രകൃതിയിൽ കാണുന്ന കാറ്റാണ്. അതുകൊണ്ട് യേശു ഇവിടെ പറയുന്നത് ദൈവാരൂപിയായ കാറ്റിനെ കുറിച്ചാണ്. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു. നമ്മൾ അതെവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ അറിയുന്നില്ല. അതിൻ്റെ ഫലങ്ങൾ നമ്മൾ അറിയുന്നു. ഇതുപോലെയാണ് ദൈവാത്മാവിൻ്റെ ഫലങ്ങളുണ്ട്. ദൈവാത്മാവിൻ്റെ ഫലങ്ങളാണ് സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം എന്നിവ. ഇപ്രകാരമുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മൾ അനുഭവിക്കണം എന്ന് കർത്താവ് പറയുകയാണ്. അതിൻ്റെ ഉറവിടം നമ്മൾ മനസ്സിലാക്കണമെന്ന് നിർബന്ധമില്ല. ഉറവിടവും ലക്ഷ്യസ്ഥാനവും അഗ്രാഹ്യമാണ് മനുഷ്യർക്ക്. ഒരു കാറ്റ് എവിടെ നിന്ന് വന്ന് എവിടേക്ക് പോകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഉത്ഭവവും അതിൻ്റെ ലക്ഷ്യസ്ഥാനവും അഗ്രാഹ്യമായിരിക്കാം. പക്ഷേ ഇതിൻ്റെ ഫലം നമ്മളിപ്പോഴും സ്വീകരിക്കുന്നവരാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ചിന്തയായ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് യേശുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ യേശുവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുക. യേശു വചനമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നു 1-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ. അതുകൊണ്ട് തന്നെ യേശുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഒന്നുകിൽ വ്യക്തിയായ യേശുവിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ യേശു തന്നെയായ അവിടുത്തെ വചനത്തിൽ വിശ്വസിക്കാം. അതിലേക്കുള്ള ഒരു ക്ഷണമാണ് യേശു ഈ അധ്യായത്തിലൂടെ നടക്കുക. വിശ്വാസത്തിൻ്റെ വിവിധ പടവുകൾ കയറി മനുഷ്യൻ വളരണം. വിശ്വാസത്തിൻ്റെ ആദ്യ പടവിൽ നിന്നാൽ പോരാ എന്ന് നിക്കോദെമോസിനോട് യേശു പറഞ്ഞു കൊടുക്കുന്ന ഈ വേദഭാഗം വിശ്വാസത്തിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ പറ്റുന്ന ഒരു വേദഭാഗം തന്നെ. അടുത്ത അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ 4-ാം അധ്യായത്തിൽ പ്രധാനമായും യേശുവും ശമരിയക്കാരി സ്ത്രീയും തമ്മിലുള്ള സംവാദം. നമുക്കറിയാം, യേശുവും ശിഷ്യന്മാരും പലസ്തീനായിലൂടെ നടന്നു പോകുമ്പോൾ യാക്കോബിൻ്റെ കിണർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെത്തി. അവിടെ വെച്ച് ആ യാക്കോബിൻ്റെ കിണറിൻ്റെ അടുക്കൽ യേശുവും ശിഷ്യന്മാരും ചെല്ലുകയാണ്. ഉച്ചസമയത്ത് വെള്ളം കോരുവാൻ വന്ന ഒരു ശമരിയക്കാരി സ്ത്രീയെ യേശു കണ്ടുമുട്ടുന്നു. ശമരിയക്കാരി എന്ന് പറഞ്ഞാൽ യഹൂദരും വിജാതീയരും തമ്മിൽ സമ്മിശ്ര വിവാഹം നടത്തിയവരാണ്. അങ്ങനെയുള്ളൊരു സ്ത്രീയെ യേശു കണ്ടുമുട്ടുമ്പോൾ യഹൂദനായ യേശു ആ സ്ത്രീയോട് ദാഹജലം ചോദിക്കുകയാണ്. ചണ്ടാല ഭിക്ഷുകി എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. ചണ്ടാല ഭിക്ഷുകി എന്ന് പറയുന്ന കൃതിയിൽ നമുക്കറിയാം ഇപ്രകാരം വെള്ളം ചോദിക്കുന്ന ഒരു സംഭവം അവതരിപ്പിക്കുന്നുണ്ട്. യേശു പറയുകയാണ് ഇവിടെ, എനിക്ക് ദാഹിക്കുന്നു, ചിലപ്പം വെള്ളം കുടിക്കുവാൻ തരിക. അവൾ പറയുന്നു, നീ യഹൂദൻ, ഞാൻ ഒരു ശമരിയക്കാരി സ്ത്രീ, നമ്മൾ സംബന്ധമില്ല, എനിക്ക് നിനക്ക് വെള്ളം തരുവാൻ അനുവാദമില്ല. യേശു പറയുകയാണ്, ഞാൻ നിനക്ക് വെള്ളം തരാം, ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ നിനക്കൊരിക്കലും ദാഹിക്കുകയില്ല. അതിപ്പോൾ ദൈവാത്മാവിനെ കൊടുക്കാമെന്ന് യേശു പറയുകയാണ്. ജലം എന്നുള്ള പ്രതീകം ദൈവാരൂപിയെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് കർത്താവ് അവളോട് ഓഫർ ചെയ്യുന്നത്, അവളോട് വാഗ്ദാനം ചെയ്യുന്നത് ജീവജലം കൊടുക്കാമെന്നാണ്. അവൾക്കത് മനസ്സിലാകുന്നില്ല. അവൾ ഒഴുകുന്ന അല്ലെങ്കിൽ കിണറ്റിൽ നിന്ന് കോരുന്ന ജലത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. യേശു പറയുന്നു, ഞാൻ ജീവൻ്റെ ജലമാണ്, അത് കുടിച്ചാൽ നിനക്കൊരിക്കലും ദാഹിക്കുകയില്ല എന്ന്. വീണ്ടും ആ സ്ത്രീയെ, അങ്ങനെയെങ്കിൽ എനിക്ക് ദാഹജലം തരണം, അവളിൽ അതിനുള്ള താല്പര്യം ജനിപ്പിക്കുവാണ് യേശു. അതിനുശേഷം ആരാധന എന്ന വിഷയത്തിലേക്ക് അവർ കടക്കുന്നു. എവിടെയാണ് ഇസ്രായേൽ ജനം ദൈവത്തെ ആരാധിക്കുന്നത്? ജെറുസലേം ദേവാലയത്തിലാണ്. ശമരിയക്കാർ ദൈവത്തെ ആരാധിക്കുന്നത് ഗരീസീം എന്ന് പറയുന്ന മലയിലാണ്. യേശു പറയുകയാണ്, മലയിലും ദേവാലയത്തിലുമൊക്കെ ദൈവത്തെ ആരാധിക്കുന്ന സമയം അതിക്രമിക്കുന്നു. ഇനി നമ്മൾ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന സമയം വരുന്നു. നമ്മുടെ ആരാധനയെല്ലാം സത്യത്തിലും ദൈവത്തിലുമുള്ള ആരാധനയാണ്. അതിലേക്കുള്ളൊരു ക്ഷണം യേശു നടത്തുകയാണ്. അപ്പോൾ അവൾ പറയുകയാണ്, മിശിഹ വരുമ്പോൾ ഇതെല്ലാം ഞങ്ങളെ പഠിപ്പിക്കും. അവൻ തന്നെയാണ് ഞാൻ, നീ കാണുന്നത് മിശിഹായെ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് യേശു തന്നെ തന്നെ മിശിഹായിട്ട് അവതരിപ്പിക്കുന്നു. അവളെ യേശുവിനെ അനുഭവിച്ചതിന് ശേഷം അവൾ പട്ടണത്തിലേക്ക് ഓടുകയാണ്. അവിടെ ചെന്ന് അവൾ മറ്റുള്ളവരോട് പറയുകയാണ്, ഞാൻ യേശുവിനെ കണ്ടു, മിശിഹായെ കണ്ടു. അവർ വന്ന് യേശുവിൽ വിശ്വസിക്കുന്ന ഒരു സംഭവമാണ് 4-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ഇവിടെ വിശ്വാസത്തിൻ്റെ വിവിധ പടവുകളാണ് നാം കാണുക. 1, യേശു ജീവജലമായി തന്നെ അവതരിപ്പിക്കുന്നു. 2, ഒരു പ്രവാചകനായി അവളുടെ പൂർവ്വകാല ജീവിതത്തിലേക്ക് കടന്ന് അവളുടെ കുടുംബജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു പ്രവാചകനായി കാണുന്നു. 3-ാം ഘട്ടത്തിൽ മിശിഹായായിട്ട് രക്ഷകനായിട്ട് തന്നെ അവതരിപ്പിക്കുന്നു. ഈ ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് കടക്കുന്നത്. രാജസേവകൻ്റെ പുത്രനെ യേശു സുഖപ്പെടുത്തുന്ന ഒരു സംഭവം അവതരിപ്പിക്കുന്നു. രാജസേവകനായ ഒരു മനുഷ്യൻ തൻ്റെ മകൻ രോഗിയാണ്
എന്ന് അറിയിച്ചുകൊണ്ട് അവന് സൗഖ്യം യാചിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വരികയാണ്. അപ്പോൾ യേശു പറയുകയാണ്, അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ. അപ്പോൾ ആ രാജസേവകൻ അവനോട് അപേക്ഷിച്ചു, കർത്താവേ, എൻ്റെ മകൻ മരിക്കുന്നതിന് മുമ്പ് നീ വരണമേ. യേശു അവനോട് പറഞ്ഞു, നീ പോയിക്കൊള്ളുക, നിൻ്റെ മകൻ ജീവിക്കും. നീ പോയിക്കൊള്ളുക, നിൻ്റെ മകൻ ജീവിക്കുമെന്ന് പറഞ്ഞ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് ആ രാജസേവകൻ തിരിച്ചു പോവുകയാണ്. അവൻ പോകുന്ന സമയത്ത് തൻ്റെ വീട്ടിൽ നിന്നും ആൾക്കാർ വന്ന് പറഞ്ഞു, തൻ്റെ മകൻ ജീവിക്കുന്നു. ആ സമയത്ത് അവൻ ചിന്തിക്കുകയാണ്, യേശു എപ്പോഴാണ് അവനോട് പറഞ്ഞത്? ആ നിമിഷത്തിൽ തന്നെ അവൻ്റെ മകൻ രോഗവിമുക്തി പ്രാപിച്ചു എന്നുള്ള ആ സത്യം അവൻ മനസ്സിലാക്കി അംഗീകരിക്കുകയാണ്. ഈ സംഭവം വിശ്വാസത്തിലേക്കുള്ള മറ്റൊരു സംഭവമായിട്ട് സുവിശേഷൻ അവതരിപ്പിക്കുന്നു. 5-ാം അധ്യായത്തിലേക്ക് നാം കടക്കുമ്പോൾ ബെത്തസ്ത എന്ന് പറയുന്ന കുളത്തിൽ കരയിൽ കിടന്ന തളർവാദ രോഗിക്ക് യേശു സൗഖ്യം നൽകുന്ന സംഭവമാണ്. ബെത്തസ്ത എന്ന് വിളിക്കുന്ന ഒരു കുളത്തിൻ്റെ അരികിൽ 38 വർഷക്കാലം രോഗിയായി തളർന്നു കിടന്ന ഒരു മനുഷ്യൻ, അവന് ആ കുളം മാലാഖമാർ വന്ന് ഇളക്കും എന്നുള്ള ഒരു ഐതിഹ്യമുണ്ട്. ആ സമയത്ത് അവനെ ആ കുളത്തിലേക്ക് ഇറങ്ങാൻ അവന് പറ്റുന്നില്ല, ആരും അവനെ എടുത്തിടാൻ ഇല്ല. ഇങ്ങനെ കിടന്നിരുന്ന 38 വർഷം തളർവാദ രോഗിയായി കുളക്കരയിൽ കിടന്നിരുന്ന മനുഷ്യനെ യേശു കണ്ടുമുട്ടുകയാണ്. യേശു അവന് സൗഖ്യം നൽകുകയാണ്. നിനക്ക് സൗഖ്യം പ്രാപിക്കുവാൻ ആഗ്രഹമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞു, കർത്താവേ, ഈ കുളം കലക്കുന്ന സമയത്ത് എന്നെ ആരും എടുത്തിടാനില്ല. യേശു അവനോട് പറയുകയാണ്, നിൻ്റെ കിടക്കയും എടുത്ത്, നീ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. തനിക്ക് അങ്ങനെ ഒരു അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട്, അടയാളം പ്രവർത്തിച്ചുകൊണ്ട് കർത്താവ് അവന് സൗഖ്യം നൽകുന്നതായിട്ട് കാണുന്നു. അവൻ സുഖം പ്രാപിച്ചു, തൻ്റെ വീട്ടിലേക്ക് പോയി എന്നാണ് കാണുക. ഈ സംഭവം സാബത്ത് ദിവസമാണ് നടന്നത്. യേശു സാബത്ത് ലംഘിച്ചു എന്ന് തൻ്റെ പ്രതിയോഗികൾ യേശുവിൻ്റെ മേൽ ആരോപിച്ചു. യേശു അതിന് കൊടുക്കുന്ന മറുപടി പ്രത്യേകമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. യേശു പറയുകയാണ്, നിങ്ങളുടെ കാളയോ കഴുതയോ സാബത്ത് ദിവസം ഇറക്കി വെള്ളം കൊടുക്കുകയോ പുല്ല് കൊടുക്കുകയോ ചെയ്യാറില്ലേ? മൃഗങ്ങളോട് നിങ്ങളിങ്ങനെ ചെയ്യുന്നുവെങ്കിൽ പിശാച് ബാധിതനായ അല്ലെങ്കിൽ രോഗിയായി കിടന്നിരുന്ന ഈ മനുഷ്യന് ഇത് അബ്രാഹത്തിൻ്റെ പുത്രന് ഞാൻ സൗഖ്യം നൽകിയത് തെറ്റാണോ എന്ന് അങ്ങനെ ചോദിച്ചുകൊണ്ട് യേശു അവന് സൗഖ്യം നൽകുന്ന സംഭവം, അവരെ തിരുത്തുന്ന സംഭവം നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. 3-ാം ഭാഗത്ത് പുത്രനായ യേശുവിൻ്റെ അധികാരത്തെക്കുറിച്ച് യേശു പറയുകയാണ്. അപ്പോൾ പുത്രൻ്റെ അധികാരം, യേശുവിൽ വിശ്വസിക്കുന്നവർ എപ്പോഴും ജീവിക്കും, മരിച്ചാലും ജീവിക്കും എന്നുള്ള സത്യം യേശു അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നൊരു വേദഭാഗം. വീണ്ടും യേശുവിന് സാക്ഷ്യം നൽകുന്ന അനേകർ, യേശുവിന് സാക്ഷ്യം നൽകുന്ന സാധാരണ യഹൂദരുടെ ചിന്തയനുസരിച്ച് 2 പേര് സാക്ഷ്യം നൽകിയാൽ അത് സത്യമാണ്. പക്ഷേ യേശു 6 പേരെ അവതരിപ്പിച്ചുകൊണ്ട് അവരെല്ലാം യേശുവിന് സാക്ഷ്യം നൽകുന്നു എന്ന് പറയുന്നു. വേറൊരാൾ സ്നാപക യോഹന്നാൻ തൻ്റെ തന്നെ പ്രവൃത്തികൾ, പിതാവ്, യേശുവിനെക്കുറിച്ചുള്ള വിശുദ്ധ ലിഖിതങ്ങൾ, യേശുവിനെക്കുറിച്ചുള്ള മോശയുടെ ലിഖിതങ്ങൾ, ഇതെല്ലാം സാക്ഷികളായി യേശു അവതരിപ്പിക്കുകയാണ്. യേശു സാക്ഷാൽ ദൈവപുത്രനാണെന്ന് പ്രത്യേകമായിട്ട് അവിടുന്ന് അവതരിപ്പിക്കുകയാണ്. ഇങ്ങനെ 5-ാം അധ്യായം അവസാനിക്കുമ്പോൾ 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്ന് ചിന്തിക്കുന്നു. 6-ാം അധ്യായം അനുസരിച്ച് നമ്മൾ അവിടെ യേശു അപ്പം വർദ്ധിപ്പിക്കുന്നൊരു സംഭവമാണ്. ഗനേസരത്ത് തിബേരിയോസ് തടാകത്തിൻ്റെ അടുത്തുകൂടി യേശു ശിഷ്യന്മാർ നടന്നു പോകുമ്പോൾ ഗലീലയ കടലിൻ്റെ മറുകരയിലേക്ക് അവിടെ നിന്ന് പോവുകയാണ്. വലിയ ഒരു ജനക്കൂട്ടം യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത് യേശു കാണുന്നു. അവരോട് വചനം പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്ന യേശു അവരെ കണ്ടപ്പോൾ അവരുടെ മേൽ മനസ്സലിവ് തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ അവരെ കണ്ടു. യേശു മലയിലേക്ക് ഉയർന്ന സ്ഥലത്തേക്ക് കയറിയിരുന്നു. ശിഷ്യന്മാരും അവിടെ ഇരുന്നു. യേശു പെസഹ തിരുനാളിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇരുന്നു കൊണ്ട് അവരോട് സ്വർഗീയ അപ്പത്തെക്കുറിച്ച് പറയുകയാണ്. ആ പറയുന്നതിന് മുമ്പ് തന്നെ തൻ്റെ അടുത്തേക്ക് വരുന്ന ജനത്തെ കണ്ടപ്പോൾ യേശുവിന് അനുകമ്പ തോന്നി. യേശു ഫിലിപ്പോസിനോട് ചോദിക്കുകയാണ്, ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കണം. അവനെ പരീക്ഷിക്കാനാണ് യേശു ഇത് ചോദിച്ചതെന്ന് കരുതി ഫിലിപ്പോസ് പറയുകയാണ്, ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കുവാൻ 200 ദേനാറെങ്കിലും നമ്മൾ അപ്പം വാങ്ങിക്കണം. അപ്പോൾ ശിമിയോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ് അവനോട് പറഞ്ഞു, 5 ബാർലി അപ്പങ്ങളും
2 മത്സ്യവും ഒരു ബാലൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ പോയി വാങ്ങിക്കുവാനുള്ള ഇത്രയും വലിയ തുക കൊടുത്ത് നമുക്ക് വാങ്ങിക്കുവാനുള്ള സാഹചര്യമില്ല. പക്ഷേ ഒരു കുഞ്ഞു പയ്യൻ്റെ കയ്യിൽ 5 അപ്പവും 2 മത്സ്യവും ഞങ്ങൾ കണ്ടു. അപ്പോൾ യേശു പറഞ്ഞു അത് കൊണ്ടുവരുവാൻ. എന്നിട്ട് അവിടെ വന്ന ജനത്തെ മുഴുവൻ അവിടെ ഇരുത്തിയിട്ട് യേശു ആ അപ്പം എടുത്ത് ആശീർവദിച്ച് അവർക്ക് മുറിച്ചു കൊടുത്തിട്ട് എല്ലാവർക്കും വിളമ്പുകയാണ്. യേശു ഈ സുവിശേഷത്തിൽ മാത്രം, 4-ാം സുവിശേഷത്തിൽ മാത്രം യേശു തന്നെയാണത് വിളമ്പുന്നത്. മറ്റ് സുവിശേഷങ്ങളിൽ അപ്പസ്തോലന്മാരാണത് വിളമ്പുന്നത്. ഈ സുവിശേഷത്തിൽ യേശു പ്രവർത്തിച്ച ഒരടയാളം എന്ന രീതിയിൽ ഇതിനെ കാണുമ്പോൾ വിശുദ്ധ കുർബാനയുടെ പ്രതീകമായിട്ടാണ് ഇതിനെ ദൈവശാസ്ത്രജ്ഞന്മാർ അവതരിപ്പിക്കുക. ഇത് പ്രത്യേകതരം അപ്പമാണ്, ബാർലി അപ്പമാണ്. പെസഹായുടെ പശ്ചാത്തലത്തിലാണ് ഇത് നടത്തുന്നത്. അതുപോലെ തന്നെ വിശ്വാസ സമൂഹത്തിന് വേണ്ടിയാണ്. അവൻ്റെ യേശുവിൻ്റെ അടുക്കിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് വരുന്നവർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുക. അപ്പസ്തോലന്മാരുടെ സാന്നിധ്യം, അവരുടെ ഇടപെടൽ ഇതിനകത്ത് പ്രത്യേകമായി പരാമർശിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അപ്പവും മീനും യേശുവിനെ ആദിമ ക്രിസ്ത്യാനികളുടെ ഇടയിൽ യേശുവിനെ പ്രതിനിധാനം ചെയ്യുന്നു. അവരെ ഇരുത്തിയിട്ട് യേശു തന്നെ അവർക്ക് വിളമ്പിക്കൊടുക്കുന്നു. ശേഷിക്കുന്ന അപ്പകഷ്ണങ്ങൾ 12 കുട്ടകളിൽ ശേഖരിക്കുന്നു. ഡിഡാക്കെ എന്ന് പറയുന്ന പ്രാചീന പുസ്തകം പറയുന്നത് ഇത് കർത്താവിൻ്റെ വിശുദ്ധ കുർബാനയുടെ പ്രതീകമാണ് എന്ന്. ഇപ്രകാരം യേശു പ്രവർത്തിക്കുന്ന അത്ഭുതം അല്ലെങ്കിൽ അടയാളം നമുക്കിവിടെ പ്രത്യേകമായിട്ട് പരിശുദ്ധ കുർബാനയുടെ ഒരു പ്രതീകമായിട്ടാണ് ഇവിടെ നമ്മൾ കാണുക. അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവം അങ്ങനെ ദൈവശാസ്ത്രപരമായിട്ട് യോഹന്നാൻ അതിനെ വിശുദ്ധ കുർബാനയുടെ നാന്ദിയായി അവതരിപ്പിക്കുന്നു. മാത്രമല്ല തുടർന്ന് വരുന്ന ഭാഗത്ത് നമ്മൾ കാണുന്നത് കർത്താവ് വെള്ളത്തിന് മീതെ നടക്കുന്നൊരു സംഭവം, മറ്റൊരടയാളം. രാത്രിയുടെ യാമങ്ങളിൽ ജനീസരത്ത് തടാകത്തിലൂടെ അല്ലെങ്കിൽ ഗലീലിയ തടാകത്തിലൂടെ കടന്നു പോകുന്ന വഞ്ചിയിലിരിക്കുന്ന അപ്പസ്തോലന്മാരുടെ മുമ്പിൽ യേശു വെള്ളത്തിന് മുകളിൽ നടന്നു വരികയാണ്. അവർ വിചാരിക്കുന്ന ഒരു ഭൂതമാണ് എന്ന്. പക്ഷേ യേശു അവരെ പ്രത്യേകമായിട്ട് നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ബലപ്പെടുത്തുകയും യേശു അവരെ വള്ളത്തിൽ കയറുകയും കരയ്ക്ക് കടന്നു വരികയും ചെയ്യുന്നു. അവിടെ ഒരു വള്ളം മാത്രമേ ഉണ്ടായിരുന്നു എന്ന് ശിഷ്യന്മാർ മനസ്സിലാക്കി. യേശു അവർ അപ്പം കഴിച്ച് തൃപ്തരായവർ യേശുവിനെ അന്വേഷിക്കുകയാണെന്ന് കരുതി. അതുകൊണ്ടാണ് യേശു മറുകരയിലേക്ക് പോയത്. അവിടെ ഇപ്രകാരമുള്ള യേശുവിൻ്റെ ഒരു അടയാളം, വെള്ളത്തിന് മുകളിൽ നടക്കുന്ന യേശുവിൻ്റെ അടയാളം ഈ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ മറ്റ് സമാന്തര സുവിശേഷങ്ങളിലെ അറേഞ്ച്മെൻറ്റ് അനുസരിച്ച് തന്നെയാണ്. തുടർന്ന് വരുന്ന ഭാഗത്ത് ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ പഠിപ്പിക്കലാണ്. ജീവൻ്റെ അപ്പം എന്ന് നാം പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചുവെങ്കിലും അവർ മരിച്ചു. ഞാൻ തരുന്ന അപ്പം സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്ന അപ്പം തന്നെയാണ്. അത് പിതാവ് തരുന്ന അപ്പമാണ്. അത് ഭക്ഷിക്കുന്നവർ ഒരിക്കലും മരിക്കുകയില്ല. വിശുദ്ധ കുർബാന നമ്മുടെ ജീവൻ്റെ അപ്പമാണ് എന്നുള്ളൊരു വലിയ ആശയം തുടർന്ന് വരുന്ന ദീർഘമായ ഈ അധ്യായത്തിൽ യേശു വിവരിച്ച് അവരെ പഠിപ്പിക്കുകയാണ്. തൻ്റെ വചനം, തൻ്റെ വാക്ക് കേൾക്കുകയും തൻ്റെ ശരീരം ഭക്ഷിക്കുകയും ചെയ്യുന്നവർ മരിച്ചാലും ഒരിക്കലും അവർ പൂർണ്ണമായി മരിക്കുകയില്ല, അവർ വിശ്വാസത്തിൽ ജീവിക്കും എന്നുള്ള ആ സത്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. തുടർന്ന് വരുന്ന ഭാഗത്ത് നമ്മൾ 7-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ ഗലീലയിൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് പോകുന്ന ഒരു യേശു, അവൻ വധിക്കുവാൻ അനേകർ പ്രത്യേകമായിട്ട് ശ്രമിക്കുന്നു. 7ഉം 8ഉം 9ഉം അധ്യായങ്ങൾ യഹൂദരുടെ കൂടാര തിരുനാളിൻ്റെ പശ്ചാത്തലത്തിലാണ് അവതരിപ്പിക്കുക. കൂടാര തിരുനാളിന് ജെറുസലേമിൽ വരുന്നവർ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വലിയ ഒരു ഉത്സവം പോലെയാണ് അത് ആചരിക്കുക. അതിനൊരു ആദ്യ ഭാഗമുണ്ട്, അതിനൊരു മധ്യഭാഗമുണ്ട്, അതിനൊരു സമാപന ഭാഗമുണ്ട്. ഈ കൂടാര തിരുനാളിൻ്റെ ദിവസങ്ങളുള്ള ഈ കൂടാര തിരുനാളിൽ യേശു ജെറുസലേമിൽ സന്നിഹിതനായി നിന്നുകൊണ്ട് താൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് അവരോട് പറയുകയാണ്. കൂടാര തിരുനാളിൻ്റെ അവസരത്തിൽ ജെറുസലേം ദേവാലയം മുഴുവൻ ദീപാലങ്കൃതമാകും. നമ്മൾ മൈസൂർ ദസറയ്ക്ക് കൊട്ടാരം എങ്ങനെ ഭംഗിയായി ദീപാലങ്കൃതമായി മാറുന്നുവോ അതുപോലെയാണ് ജെറുസലേം ദേവാലയം അന്നത്തെ കാലത്ത് ദീപങ്ങളാൽ അലങ്കൃതമാകുന്നത്. ഇപ്രകാരമുള്ള ദീപാലങ്കൃതമായ ആ ദേവാലയത്തിൻ്റെ മട്ടുപ്പാവിലൂടെ യേശു നടക്കുമ്പോൾ യേശു തന്നെ പറയുകയാണ്, ഈ വെളിച്ചങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം.
ഈ പ്രകാശമെല്ലാം മറ്റുള്ളവർ കാണുന്ന വലിയ പ്രകാശത്തിൻ്റെ നിരയാണ്. പക്ഷേ അതിനെ അതിജീവിക്കുന്ന ലോകത്തിൻ്റെ പ്രകാശം ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം വെളിച്ചം തന്നെയാണ്, പ്രകാശം തന്നെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. നമുക്കറിയാം, ഹൈന്ദവ കുടുംബങ്ങളിൽ സന്ധ്യയ്ക്ക് ദീപം വയ്ക്കുമ്പോൾ അത് വലിയ ഒരു ദിവ്യമായ ചിന്തയായിട്ടാണ് അവതരിപ്പിക്കുക. ദീപം ദീപം എന്ന് പറഞ്ഞുകൊണ്ടാണ് പുരാതന കുടുംബങ്ങളിലൊക്കെ സന്ധ്യയ്ക്ക് ദീപം തെളിക്കുന്നത്. ലോകത്തിൻ്റെ പ്രകാശം ദൈവമാണ് എന്നുള്ളൊരാശയമാണ് ഹൈന്ദവരും ക്രൈസ്തവരും എല്ലാം പ്രത്യേകമായിട്ട് നമ്മൾ അനുധാവനം ചെയ്യുന്നത്. അത് യേശു പറയുകയാണ്, ഞാൻ തന്നെയാണ് ലോകത്തിൻ്റെ പ്രകാശം, എന്നിൽ നടക്കുന്നവൻ ഒരിക്കലും ഇരുട്ടിൽ തട്ടി വീഴുകയില്ല. ആ യേശുവിനെ നോക്കി നടക്കണമെന്ന് യേശു ആഹ്വാനം ചെയ്യുകയാണ്. അപ്പോൾ ഈ കൂടാര തിരുനാളിൽ ഈ 7-ാം അധ്യായത്തിൽ പ്രത്യേകിച്ചും യേശു തന്നെ അവതരിപ്പിക്കുമ്പോൾ ജീവന ജലമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്, അതുപോലെ ലോകത്തിൻ്റെ പ്രകാശമായിട്ടും അവതരിപ്പിക്കുന്നുണ്ട്. ജീവൻ്റെ ജലമായിട്ട് അവതരിപ്പിക്കുമ്പോൾ അവിടെ പറയുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ കടന്നു വരട്ടെ, ജീവൻ്റെ നിർജ്ജരി ആ വിശ്വസിക്കുന്നവനിൽ നിന്നും അല്ലെങ്കിൽ യേശുവിൽ നിന്നും ഒഴുകും എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമുക്കറിയാം, ജെറുസലേം ദേവാലയത്തിൻ്റെ അടിയിലൂടെ ഒരു വെള്ള ഒഴുക്കുണ്ടായിരുന്നു എന്നാണ് ചരിത്രം സാക്ഷിക്കുക. ആ സ്ഥലത്ത് നിന്നുകൊണ്ടാണ് യേശു പറയുന്നത്, ഞാൻ ജീവൻ്റെ അരുവിയാണ് എന്ന്. ആ അരുവിയിൽ നിന്ന് കുടിക്കുവാൻ ക്ഷണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്പോൾ ഈ 7 അധ്യായങ്ങൾ പിൻചെല്ലുകയാണ്. 8-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. യഹൂദ മത ആചാരമനുസരിച്ച് വ്യഭിചാരത്തിൽ പിടിക്കപ്പെടുന്ന സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണം. അങ്ങനെയുള്ള സ്ത്രീയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ ഇവളെ എന്ത് ചെയ്യണമെന്ന് യേശുവിനോട് ചോദിക്കുകയാണ്. യേശു അവൾക്ക് അനുകൂലമോ പ്രതികൂലമോ ആയൊരു വിധി പറയും എന്നവർ ചിന്തിക്കുകയാണ്. യേശു നിലത്ത് കുനിഞ്ഞിരുന്ന് എഴുതിയെന്ന് പറയുകയാണ്. അതിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളുണ്ട്. അവരുടെ പാവങ്ങളാണ് എഴുതിയത്, അല്ലെങ്കിൽ വിധി വാചകങ്ങൾ പഴയ ഉടമ്പടിയിൽ അതിനെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളാണ് യേശു എഴുതിയത്, അല്ലെങ്കിൽ ആലോചിച്ചതാണ് എന്നൊക്കെയുള്ള വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ അതിനുണ്ട്. പക്ഷേ യേശു അവരോട് പറയുകയാണ്, നിങ്ങളിൽ പാപമില്ലാത്തയാൾ ഇവളെ കല്ലെറിയട്ടെ. യേശുവിൻ്റെ വിധി അവർക്കെതിരായിട്ടുള്ള വിധിയായിരുന്നു. അവിടെ നിൽക്കുന്ന എല്ലാ മനുഷ്യരും പാപികളാണ്. ആ കാര്യം യേശു അവരെ ബോധ്യപ്പെടുത്തുകയാണ്. നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. ഓരോരുത്തരും തങ്ങളുടെ കൈകളിലിരുന്ന കല്ല് അവിടെ ഇട്ടിട്ട് പോയി എന്നാണല്ലോ സുവിശേഷകൻ രേഖപ്പെടുത്തുക. മനുഷ്യരെല്ലാവരും പാപികളാണ്. പക്ഷേ ഈ പാപിനിയായ സ്ത്രീയെ മാത്രം കല്ലെറിയുവാൻ വരുന്ന യഹൂദ നിയമം യേശു പൊളിച്ചെഴുതുകയാണ്. യേശു അതുകൊണ്ട് ഇപ്രകാരം, യേശുവിൻ്റെ കരുണ നിറഞ്ഞ ഹൃദയമാണ് അവളുടെ കോടതി. ഹാർട്ട് ഈസ് കോർട്ട്. ഹൃദയമാണ് വിധി പറയേണ്ട സ്ഥലം. അതുകൊണ്ട് യേശു വിധി പറഞ്ഞിട്ട് അവളോട് പറയുന്നു, മകളെ, ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല, നീ ഇനിമേൽ പാപം ചെയ്യരുത്. ഇപ്രകാരം അവളെ താക്കീത് കൊടുത്ത് പറഞ്ഞിരിക്കുന്ന യേശുവിൻ്റെ ചിത്രം വളരെ മനോഹരമായി യോഹന്നാൻ ശ്ലീഹ തൻ്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതലുള്ള തിരുവചനത്തിൽ പ്രത്യേകമായിട്ട് അവതരിപ്പിക്കുന്നു. വീണ്ടും യേശു ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നുള്ള ആശയം തുടരുകയാണ്. ആ ആശയം തുടർന്ന് യഹൂദർക്ക് മുന്നറിയിപ്പ് നൽകുന്നു, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് പറയുന്നു. സത്യം എന്ന് പറയുന്നത് യേശുവാണ്. യേശുവിൻ്റെ വിചാരണയുടെ സമയത്ത് പീലാത്തോസ് ചോദിക്കുന്നുണ്ട്, യേശു പറയുന്നു, ഞാൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നവനാണ്. എന്താണ് സത്യം എന്ന് സത്യത്തിൻ്റെ വില അറിയാതെ പീലാത്തോസ് സംസാരിക്കുന്നു. യേശു തന്നെ സത്യമാണ്. ഇവിടെ പറയുന്നു, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. മനുഷ്യരെ സ്വതന്ത്രരാക്കണമെങ്കിൽ യേശുവിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് അബ്രാഹത്തിന് മുമ്പ് ഞാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ പ്രത്യേകമായ ആ സാന്നിധ്യത്തെക്കുറിച്ച്, യേശുവിൻ്റെ പൂർവ്വകാല നിലനിൽപ്പിനെക്കുറിച്ച്, ദൈവത്തോടൊപ്പമുള്ള നിലനിൽപ്പിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അബ്രാഹത്തിന് മുമ്പ് ഞാനുമുണ്ട് എന്ന് പറയുന്ന ആ വേദഭാഗം നമ്മൾ കാണുന്നത്. ഇങ്ങനെ 8-ാം അധ്യായം അവസാനിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിലേക്ക് നാം കടക്കുകയാണ്. 9-ാം അധ്യായത്തിൽ യേശു പ്രവർത്തിച്ച മറ്റൊരു അടയാളം, അതായത് 6-ാമത്തെ അടയാളം, അന്ധനായ ഒരു മനുഷ്യന് യേശു സൗഖ്യം നൽകുന്ന സംഭവം അവതരിപ്പിച്ചിരിക്കുന്നു. ഇവിടെ യേശു കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരു ഒരുവനെ കണ്ടു. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, ഈ മനുഷ്യൻ അന്ധനായിരിക്കുന്നത് ഇവൻ്റെ പാപം മൂലമാണോ, ഇവൻ്റെ മാതാപിതാക്കന്മാരുടെ പാപം മൂലമാണോ? കാരണം യഹൂദർ ചിന്തിച്ചിരിക്കുന്നത് രോഗങ്ങൾ വരുന്നതും അന്ധതയും അതുപോലുള്ള എല്ലാ രോഗങ്ങളും ആരുടെയെങ്കിലും പാപത്തിൻ്റെ പരിണിതഫലമാണ്. അത് സ്വന്തം പാപത്തിൻ്റെ പരിണിതഫലമാകാം, അല്ല എങ്കിൽ കാരണവന്മാരുടെ പാപഫലമാകാം. യേശുവിനോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ യേശു കൊടുക്കുന്ന മറുപടി, ഇവൻ്റെ പാപം മൂലമോ
ഇവൻ്റെ മാതാപിതാക്കന്മാരുടെ പാപം മൂലമോ അല്ല ഇവൻ അന്ധനായിരിക്കുന്നത്. നിങ്ങളത് തെറ്റിദ്ധരിക്കണ്ട. ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവനിൽ കാണുവാനാണ്. കാരണം യേശു തീരുമാനിച്ചു ഇവന് സൗഖ്യം നൽകണം, ഇവന് കാഴ്ച തിരിച്ചു കൊടുക്കണം. യേശു ഒരു അത്ഭുതം അല്ലെങ്കിൽ ഒരു അടയാളം പ്രവർത്തിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവനിൽ വെളിവാക്കപ്പെടുവാനാണ് ഇവൻ അന്ധനായിരിക്കുന്നത്. ഈ അന്ധന് യേശു ഇത്രയും പറഞ്ഞിട്ട് യേശു അവരോട് പറയുകയാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ലോകത്തിൻ്റെ പ്രകാശമാണ് ഞാൻ എന്നുള്ള ഒരാശയം ഈ വേദഭാഗത്ത് ഈ കൂടാര തിരുനാളിൻ്റെ അവസാന ഭാഗത്തും തുടരുകയാണ്. എന്നിട്ട് യേശു ഇത് പറഞ്ഞിട്ട് അല്പം ചെളിയുണ്ടാക്കി തുപ്പൽ കൊണ്ട് അത് കുഴച്ചു അവൻ്റെ കണ്ണിൻ്റെ പോളകളിൽ പുരട്ടിയിട്ട് പറഞ്ഞു, നീ സിലോഹ, അയക്കപ്പെട്ടവൻ എന്ന് പറയുന്ന കുളമുണ്ടവിടെ, ആ കുളത്തിൽ പോയി കഴുകുക. അവൻ പോയി കഴുകി തിരിച്ചു വന്നു, കാഴ്ചയുള്ളവനായി മാറി. അവൻ്റെ അന്ധത അവനെ വിട്ടുമാറി. അവനെ അന്ധനായി കണ്ടിരുന്ന യഹൂദര് യേശുവിനെ പഴിക്കുവാൻ തുടങ്ങി. അവർ തമ്മിൽ പറഞ്ഞു, ഇവനാണോ അവിടെ ഇരുന്ന് ഭിക്ഷ തണ്ടിക്കൊണ്ടിരുന്നവൻ? ചിലർ പറഞ്ഞു അവനല്ല, അവനെപ്പോലെ ഇരിക്കുന്ന വേറൊരാളാണ്. വേറെ ചിലർ പറഞ്ഞു അവൻ തന്നെ. അപ്പോൾ അവനോട് ചോദിക്കുകയാണ്, നിനക്കെങ്ങനെയാണ് സൗഖ്യം ലഭിച്ചത്? അവൻ പറഞ്ഞു, യേശു എന്ന് പറയുന്നൊരു മനുഷ്യൻ ചെളിയുണ്ടാക്കി എൻ്റെ കണ്ണിൽ പുരട്ടി സ്വൈലാഹ കുളത്തിൽ പോയി കഴുകുവാൻ പറഞ്ഞു. ഞാൻ പോയി കഴുകി, എനിക്ക് സൗഖ്യം ലഭിച്ചു. അപ്പോൾ അവൻ പറയുന്നത് യേശുവിനെ അവൻ രക്ഷകനായി അംഗീകരിക്കുന്നില്ല. യേശുവിനെ അവൻ ഒരു പ്രവാചകനായി പോലും കാണുന്നില്ല. യേശു എന്ന് പറയുന്നൊരു മനുഷ്യൻ, യേശുവിന് കൊടുക്കുന്ന ഒരു വാക്കാണത്. നമുക്കറിയാം, യേശുവിനെ യഹൂദൻ ആയി കണ്ട ഒരു സമറിയാക്കാരി സ്ത്രീയുടെ സംഭവം നമ്മൾ പറഞ്ഞു. ആ അധ്യായത്തിൽ സമറിയാക്കാരി യേശുവിനെ ഒരു യഹൂദനായി കണ്ടു, അതിനുശേഷം ഒരു പ്രവാചകനായി കണ്ടു, ജീവജലം കൊടുക്കുന്നവനായി കണ്ടു, മൂന്നാമത് ഒരു പ്രവാചകനായി കണ്ടു, അതിനുശേഷം ദൈവപുത്രനായി മിശിഹായായി കണ്ടു എന്ന് പറഞ്ഞതുപോലെ തന്നെ അതിന് പാരലായിട്ട്, അതിന് സമാന്തരമായിട്ട് ഈ 9-ാം അധ്യായത്തിൽ ഈ അന്ധന് കാഴ്ച ലഭിച്ച സംഭവം നമുക്ക് കാണാൻ പറ്റും. അവൻ ആദ്യം യേശുവിനെ കുറിച്ച് പറയുന്നത്, യേശു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എനിക്ക് സൗഖ്യം നൽകി. അവൻ്റെ മാതാപിതാക്കളോട് അവർ ചോദിക്കുവാൻ ആരംഭിച്ചു. മാതാപിതാക്കളെ യഹൂദര് സിനഗോഗിൽ നിന്ന് പുറത്താക്കും യേശുവിനെ ഏറ്റുപറഞ്ഞാൽ. അതുകൊണ്ട് അവർ പറഞ്ഞു, അവന് പ്രായമായല്ലോ, അവനോട് തന്നെ നിങ്ങൾ ചോദിക്കുക. അവരൊഴിവായി. പിന്നീട് നമുക്കറിയാം, ബീർക്കാത്ത് ഹമിനീം എന്ന് പറയുന്ന ഒരു നിയമം യഹൂദരുടെ ഇടയിലുണ്ട്. ആരെങ്കിലും യേശുവിനെ രക്ഷകനാണെന്ന് ഏറ്റുപറഞ്ഞാൽ അവരെ സിനഗോഗിൽ നിന്ന് പുറത്താക്കും. ഇങ്ങനെയുള്ള 3 സംഭവങ്ങൾ ഈ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ തന്നെ നമ്മൾ ഈ അന്ധനായ മനുഷ്യനെ അവസാനം സിനഗോഗിൽ നിന്നും പ്രാർത്ഥനാലയത്തിൽ നിന്നും യഹൂദർ പുറത്താക്കുന്നത് പറയുന്നുണ്ട്. മാതാപിതാക്കന്മാർ അതിൽ ഉൾപ്പെടാതെ മാറി നിന്നു. വീണ്ടും അവനോട് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവൻ പറഞ്ഞു, അവൻ ഒരു പ്രവാചകനാണ്, അവനൊരു പ്രവാചകനാണ്. മൂന്നാമത് പറഞ്ഞു, അവൻ ദൈവത്തിൽ നിന്നുമുള്ളവനാണ്. വിശ്വാസത്തിൻ്റെ ഓരോ പടവുകൾ കയറുകയാണ്. ആദ്യം പറഞ്ഞത് ഒരു മനുഷ്യൻ, യേശു എന്ന് പേരുള്ള ഒരു മനുഷ്യൻ. രണ്ടാമത് പറഞ്ഞു അവൻ ഒരു പ്രവാചകനാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു. 3, അവൻ ദൈവത്തിൽ നിന്നും ഉള്ളവനാണെന്ന് മനസ്സിലാക്കുന്നു. എന്നിട്ട് യേശു അവസാന ഭാഗത്ത് ചോദിക്കുകയാണ്, നീ മനുഷ്യപുത്രനിൽ അങ്ങനെയുള്ളവൻ വിശ്വസിക്കുന്നുവോ? അപ്പോൾ അവൻ പറഞ്ഞു, അവൻ ആരാണ്? അവൻ ഞാൻ തന്നെ എന്ന് യേശു പറയുമ്പോൾ, കർത്താവേ, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ അന്ധനായ മനുഷ്യൻ, സുഖം പ്രാപിച്ച മനുഷ്യൻ യേശുവിൽ വിശ്വസിക്കുന്നതായിട്ട് ഈ സുവിശേഷത്തിൽ ഈ 9-ാം അധ്യായത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു സത്യം, വിശ്വാസത്തെ വളർച്ചയിലേക്ക് കടക്കുന്ന വിവിധ ഘട്ടങ്ങളുണ്ട്. എല്ലാ മനുഷ്യരും വിശ്വാസത്തിൽ വളരണം. ഈ മനുഷ്യൻ അങ്ങനെ 4 ഘട്ടങ്ങൾ കടന്നാണ് യേശുവിൽ വിശ്വസിച്ചതും രക്ഷകനായി സ്വീകരിച്ചതും. അപ്പോൾ അതുകൊണ്ട് യഹൂദനായി കണ്ട, പ്രവാചകനായി കണ്ട, മിശിഹായായി കണ്ട ആ സമറിയാക്കാരി സ്ത്രീയെ പോലെ അന്ധനായ മനുഷ്യൻ ഈ കർത്താവിലുള്ള വലിയ ആഴമായ വിശ്വാസത്തിലേക്ക് കടന്നു വരികയാണ്. ഇപ്രകാരമുള്ള വിശ്വാസത്തിൻ്റെ വിവിധ പടവുകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുവാനുള്ള ഒരു സംഭവമായിട്ട് 9-ാം അധ്യായത്തിലെ അന്ധന് കാഴ്ച നൽകുന്ന ഈ സംഭവം വളരെ മനോഹരമായിട്ട് സുവിശേഷൻ അവതരിപ്പിച്ചിരിക്കുന്നു. ഇതിൻ്റെ അവസാന ഭാഗം ആത്മീയമായ അന്ധതയെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പഠിപ്പിക്കലാണ്. ആത്മീയമായി നമുക്ക് അന്ധതയുണ്ടാകാം, ബാഹ്യമായി നമ്മുടെ കണ്ണുകൾ തുറന്നിരിക്കാം, നാം എല്ലാം കാണുന്നവരാകാം. പക്ഷേ ഉള്ളുകൊണ്ട് ദൈവികമായ നൽവരങ്ങൾ നഷ്ടപ്പെട്ട്
ആത്മീയമായി അന്ധതയിൽ ജീവിക്കുന്ന മനുഷ്യരായി നമുക്ക് മാറാം. അതുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ പെടരുത് എന്ന് യേശു നമ്മോട് പറയുകയാണ്. ആത്മീയമായ അന്ധത ഉണ്ടാകുമ്പോൾ നമ്മളൊരിക്കലും നമുക്ക് ദൈവത്തെ കണ്ടുമുട്ടുവാൻ സാധിക്കുകയില്ല. ഇവിടെ അന്ധനായ മനുഷ്യന് ഒരു ആത്മീയമായ അന്ധത മാറി കർത്താവിലുള്ള വിശ്വാസത്തിൽ അവൻ വളർന്നു. അതേസമയം തന്നെ ഇതിൻ്റെ അവതരണത്തിൽ തൻ്റെ പ്രതിയോഗികൾ അവരുടെ ഹൃദയ കാഠിന്യത്തിലും വളർന്നു. വളരെ കോൺട്രാസ്റ്റായിട്ടുള്ള ഒരു ചിന്തയാണ്. ഒരാൾ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ വളർന്ന് യേശുവിനെ ഏറ്റുപറയുന്നു, മറ്റുള്ളവർ യേശുവിൽ അവിശ്വസിച്ചുകൊണ്ട് യേശുവിനെ തള്ളിപ്പറയുന്നു. ഇത് കർത്താവിൻ്റെ പരസ്യജീവിതകാലത്ത് അനുഭവിക്കേണ്ടി വന്ന അനുകൂലവും പ്രതികൂലവുമായ പ്രതികരണങ്ങളുടെ ഒരു പശ്ചാത്തലമാണ്. ഇനിയും 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ കാണുന്നത് യഹൂദരുടെ മറ്റൊരു തിരുനാളിൻ്റെ പശ്ചാത്തലമാണ്. ദേവാലയ ശുദ്ധീകരണം, ദേവാലയ ഡെഡിക്കേഷൻ, റീഡെഡിക്കേഷൻ ഓഫ് ദ ചർച്ച്. നമ്മളിവിടെ കാണുന്നത് കർത്താവ് ഒരു ആട്ടിൻകൂട്ടത്തിൻ്റെ ഉപമ പറഞ്ഞുകൊണ്ട് ആണ് ആരംഭിക്കുക. യേശു നല്ല ഇടയനാണ്. യഹൂദരുടെ ഇടയിൽ നല്ല ഇടയനെക്കുറിച്ചുള്ള ചിന്ത അവർക്ക് സുപരിചിതമാണ്. പഴയ ഉടമ്പടിയിൽ ഇടയൻ, ആട് എന്ന് പറയുന്നതിന് വലിയ അർത്ഥമുണ്ട്. ഇവിടെ യേശു ആ ആടുകളൊക്കെ എസെക്കിയേൽ 37 നമ്മൾ വായിക്കുന്നുണ്ട്. യഹൂദരിടയിലുള്ള ഇടയന്മാർ ആടുകളെ കൊന്നു നിന്ന് ജീവിച്ചതായിട്ട്. അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് യേശു പറയുകയാണ്, ഞാൻ എൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നവനാണ്. അന്നത്തെ ഇടയന്മാരൊക്കെ അവർക്ക് വേണ്ടി ആടുകളെ അവർ കൊന്ന് ഭക്ഷിക്കുമ്പോൾ യേശു തിരിച്ചു പറയുകയാണ്, ഞാൻ നല്ല ഇടയനാണ്, ഞാൻ എൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നവനാണ്. ഞാൻ ആട്ടിൻകൂട്ടത്തിന് വാതിലാണ്. കർത്താവിൻ്റെ വാതിലിൻ്റെ 2 ഫങ്ഷനുണ്ട്, 2 ഉദ്ദേശമുണ്ട് വാതിലിന്. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത് വാതിൽ അടച്ചുപൂട്ടി സംരക്ഷിക്കാനാണ്. നമ്മൾ ചിലപ്പോൾ വീടൊക്കെ പണിയുമ്പോൾ സമയത്ത് ഒരമ്മച്ചിയോട് ചോദിക്കുക, അമ്മച്ചി വീട് പണിയൊക്കെ എത്രയായി? അവർ ചിലപ്പോൾ പറയും നമ്മളോട്, ആ അമ്മച്ചി പറയും ചിലപ്പോൾ, അച്ഛാ വീട് വാതിൽ വെച്ചില്ല. അമ്മച്ചിയുടെ മനസ്സിൽ വാതിൽ വെച്ചില്ലെങ്കിൽ കള്ളം കയറും, പാമ്പ് കയറും, മൃഗങ്ങൾ കയറും എന്നാണ്. വാതിലിൻ്റെ അർത്ഥം അമ്മച്ചി കൊടുത്തിരിക്കുന്ന സംരക്ഷണത്തിനുള്ള ഒരു കവാടം മാത്രമാണ്. പക്ഷേ വാതിലിന് മറ്റൊരു അർത്ഥമുണ്ടെന്ന് നമ്മൾ ചിലപ്പോൾ മറന്നു പോകും. വാതിലുകൾ തുറക്കപ്പെടാൻ കൂടിയുള്ളതാണ്, അടയ്ക്കാൻ മാത്രമുള്ളതല്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ഹൃദയ വാതിലുകൾ നമ്മൾ തുറന്നിടണം. അതുകൊണ്ടാണ് നമ്മൾ ഭവനങ്ങളിലെ വാതിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി തുറന്നിടണം എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. യേശു പറയുകയാണ്, ഞാൻ വാതിലാണ്, ആടുകൾക്ക് വാതിലാണ്. ആടുകൾ എൻ്റെ സ്വരം കേട്ട് അകത്തേക്ക് കടന്നു വരേണ്ടതാണ്. രാത്രി കാലങ്ങളിൽ അവിടെ വിശ്രമിക്കേണ്ടവരാണ്. പകൽ ആ സ്വരം കേട്ട് യേശുവിൻ്റെ പിന്നാലെ തീറ്റ തേടി പോകേണ്ടവരാണ്. ഇപ്രകാരം അകത്തും പുറത്തുമായുള്ള ഈ ആടിൻ്റെ ജീവിതം കർത്താവ് വളരെ പ്രതീകാത്മകമായിട്ട് അവതരിപ്പിക്കുകയാണ്. ഞാൻ ആടുകൾക്ക് വാതിലാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ ഞാൻ നല്ല ഇടയനാണെന്ന് പറഞ്ഞുകൊണ്ട് ആടുകൾക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്ന കള്ളനും കവർച്ചക്കാരനുമല്ലാത്ത ഒരു ഇടയൻ്റെ ചിത്രം യേശു വരച്ചു കാണിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ പറയുന്നത് യേശു നല്ല ഇടയനാണെന്ന്. ചിത്രങ്ങളിൽ കാണുന്നില്ലേ യേശു ഇടയനായ യേശു ഒരു ആട്ടിൻകുട്ടിയെ തോളത്ത് വെച്ചുകൊണ്ട് നിൽക്കുന്ന പടങ്ങൾ? അപ്പോൾ അതുപോലെ യേശു നല്ല ഇടയനാണെന്നുള്ള ആ ചിത്രം നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു ചിന്തയാണെന്ന് 10-ാം അധ്യായത്തിലൂടെ കർത്താവ് നമ്മെ മനസ്സിലാക്കി തരുന്നു. 10-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ പറയുന്നു, യേശു വന്നിരിക്കുന്നത് അത് ജീവൻ നൽകുന്നതിന്, അത് സമൃദ്ധമായിട്ട് നമുക്ക് നൽകുന്നതിന്. അതുകൊണ്ട് 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 3-ാമത്തെ തീമിലേക്ക് നമ്മൾ മാറി. ആ തീം എന്ന് പറയുന്ന ആദ്യത്തേത് നമ്മൾ വെള്ളമാണ്, രണ്ടാമത്തേത് വെളിച്ചം അല്ലെങ്കിൽ പ്രകാശമാണ്, 3 ജീവനാണ്. ഇവിടെ ആടുകൾക്ക് ജീവൻ ബലി കഴിക്കുന്നവൻ, അതുപോലെ തന്നെ ആടുകൾക്ക് ജീവൻ സമൃദ്ധിയായിട്ട് നമുക്ക് നൽകുന്നവൻ. അതുകൊണ്ട് ജീവൻ എന്നുള്ള ഒരാശയത്തിലേക്ക് യോഹന്നാൻ 10 നമ്മൾ എത്തി നിൽക്കുന്നു. വീണ്ടും യേശു പറയുകയാണ് യേശു ദൈവപുത്രൻ തന്നെയാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. അവൻ ദൈവപുത്രനാണെന്ന് ഉള്ള സത്യം യേശു അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. അത് ദൈവദൂഷണമായിട്ട് അവർ കണക്കാക്കുന്നു. യേശുവിൻ്റെ മേൽ 2 പ്രത്യേകമായ ആരോപണങ്ങളാണ് അവർ ഉന്നയിക്കുക. ഒന്ന്, അവൻ സ്വന്തം രാജാവാക്കി എന്ന് പറഞ്ഞുകൊണ്ട് യഹൂദർക്ക് അത് സീസറിനൊക്കെ എതിരായിട്ട് നിന്നുവെന്ന്. 2, അവൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവദൂഷണം പറഞ്ഞു എന്നുള്ളത്. ഈ 2 കാരണങ്ങളാണ് യേശു ക്രൂശിക്കപ്പെടുക. ഇവിടെ യേശു തന്നെ അവതരിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പുത്രനാണെന്ന രീതിയിലാണ്. ഇനിയും 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ അടയാളങ്ങളുടെ പുസ്തകത്തിൻ്റെ അവസാനത്തേക്ക് നമ്മൾ വരികയാണ്. അടയാളങ്ങൾ 7 അടയാളങ്ങളിൽ 17-ാമത്തെ അടയാളമാണ് ലാസർ എന്ന് പറയുന്ന മരിച്ച മനുഷ്യനെ യേശു ഉയർപ്പിക്കുന്ന സംഭവം. അത് 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. 11-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ
ലാസറിനെ അവതരിപ്പിക്കുന്നത് തന്നെ തൻ്റെ സഹോദരിമാരുടെ അഡ്രസ്സിലാണ്. ബഥാനിയായിലെ ലാസറിൻ്റെ സഹോദരിയാണ് മറിയവും മാർത്തയും. ഇവർ 3 പേരടങ്ങുന്ന കുടുംബം. ആ കുടുംബത്തിൽ യേശു കടന്നു ചെല്ലുമ്പോൾ എപ്പോഴും യേശുവിന് അവിടെ സമാശ്വാസമാണ്. തൻ്റെ പ്രവർത്തനത്തിനിടയിൽ ബഥാനിയ തൻ്റെ കുടുംബം പോലെ അദ്ദേഹം കയറി ചെല്ലുന്ന കുടുംബമായിരുന്നു. അതുകൊണ്ട് ഈ ലാസറിന് രോഗം വന്നപ്പോൾ തൻ്റെ സഹോദരിമാർ ആളയച്ച് യേശുവിനോട് പറഞ്ഞു, നീ സ്നേഹിക്കുന്നവൻ ലാസർ അവൻ രോഗിയാണ്, അവൻ മരിക്കുവാൻ പോകുന്നു. യേശു പറഞ്ഞു, ഈ രോഗം മരിക്കുവാനുള്ളതല്ല. ഇത് കേട്ടിട്ടും താൻ സ്നേഹിക്കുന്ന ലാസറിന് മാരകമായ രോഗമുണ്ടെന്ന് അറിഞ്ഞിട്ടും യേശു പോകാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. യേശു അവരോട് പറയുകയാണ്, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ്റെ മഹത്വീകരണം പ്രാപിക്കുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ്. യേശു മാർത്തയെയും മറിയത്തെയും ഒത്തിരി സ്നേഹിച്ചിരുന്നു എന്നാണ് നമ്മളിവിടെ വായിക്കുക. എന്നിട്ടും യേശു അവിടെ തന്നെ അത് കേട്ടിട്ടും 2 ദിവസം കൂടി ചെലവഴിച്ചു. 3-ാം ദിവസമാണ് യേശു ബഥാനിയയിലേക്ക് പോകുവാൻ ഒരുങ്ങുന്നത്. തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് ബഥാനിയയിലേക്ക് പോകാം. അവർ പറഞ്ഞു, അവിടെ അപകട സ്ഥലമാണ്, പോകാൻ പറ്റുകയില്ല, നിനക്ക് എതിരാളികളാണ് അവിടെ ഉള്ളത്. പക്ഷേ യേശു വീണ്ടും ലാസർ ഉറങ്ങുകയാണെങ്കിൽ അവൻ തന്നെ എഴുന്നേറ്റുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ യേശു അവസാനം പറയുകയാണ്, അവൻ മരിച്ചു. അപ്പോൾ യേശു വീണ്ടും അവിടേക്ക് പോകുന്നതിനെ വിലക്കിയ അപ്പസ്തോലന്മാരിൽ ഒരാളായ തോമാസ് ലീഹ പറഞ്ഞു, നമുക്കും ബഥാനിയയിലേക്ക് അവനോടുകൂടി പോകാം, അവനോടൊപ്പം നമുക്ക് മരിക്കേണ്ടി വന്നാൽ മരിക്കാം. ഇങ്ങനെ കർത്താവിനോടൊപ്പം മരിക്കുവാൻ തയ്യാറായ തോമാസ് ലീഹയോടൊപ്പം അവർ യേശുവിനോടൊപ്പം അവർ പോവുകയാണ്. അങ്ങനെ യേശു ബഥാനിയയിലേക്ക് പോകുന്ന സ്ഥലത്ത് ബഥാനിയയിൽ ലാസറിൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നതിന് മുമ്പ് തന്നെ മാർത്ത വന്ന് യേശുവിനെ എൻ്റെ അടുത്ത് കരഞ്ഞു പറഞ്ഞു, നാഥ, നീ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു, നീ എന്തുകൊണ്ടാണ് വരാൻ വൈകിയത്? യേശു പറഞ്ഞു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇപ്രകാരമുള്ള ദൈവികമായ ഒരു പഠിപ്പിക്കൽ യേശു നടത്തി. അവൻ ജീവനും പുനരുത്ഥാനവുമാണെന്ന് പറഞ്ഞു. നീ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. അവൾ ഏറ്റു പറയുകയാണ് 27-ാം തിരുവചനത്തിൽ, കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൾ യേശുവിൽ വിശ്വാസം ഏറ്റു പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു, നിൻ്റെ സഹോദരിയെ വിളിച്ചുകൊണ്ട് വരിക. വീട്ടിൽ കരഞ്ഞുകൊണ്ടിരുന്ന മറിയത്തെ കൂടി മാർത്ത വിളിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ വീണ്ടും യേശു അവളെ സമാശ്വസിപ്പിക്കുന്നു. അവരൊരുമിച്ച് കല്ലറയെങ്കിലേക്ക് പോകുന്നു. കല്ലറയെങ്കിൽ ചെന്ന് യേശു അവരോട് പറഞ്ഞു, നീ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവമഹത്വം കാണും. അവരുടെ വിശ്വാസം യേശു ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് അവിടുന്ന് ലാസറിൻ്റെ കുഴിമാടത്തിങ്കൽ കണ്ണുനീര് പൊഴിച്ചു. സ്നേഹബന്ധത്തിൻ്റെ ഒരു വലിയ അടയാളം. യേശു കരഞ്ഞു. ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്യം അവിടെയാണ്, യേശു കരഞ്ഞു. യേശു എൻ്റെ കല്ലറയെങ്കിൽ കരഞ്ഞിട്ട് ലാസറിനോട് ഉയർപ്പിക്കുവാനുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടുകയാണ്. യേശു വന്നിട്ട് നെടുവീർപ്പെട്ടുകൊണ്ട് ആ കല്ലറയുടെ അടുക്കൽ വന്നു നിന്ന് പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് പറയുന്നു, അങ്ങ് എപ്പോഴും കർത്താവേ, പിതാവേ, എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ നിനക്ക് നന്ദി പറയുന്നു. അങ്ങ് എൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രമിക്കുമെന്നും എനിക്കറിയാം. എന്നാൽ എന്നെ അയച്ചത് അവിടെ നിന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കേണ്ടതിന് ഞാനിത് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞു. ലാസർ പുറത്തു വന്നു. അവൻ്റെ കെട്ടുകൾ അഴിച്ച് അവനെ സ്വതന്ത്രമാക്കുക എന്ന് പറഞ്ഞു. അവരുടെ സഹകരണത്തോടെയാണ് ലാസറിനെ യേശു ഉയർപ്പിച്ച് ഫ്രീ ആക്കി വിടുന്നത്. അങ്ങനെ ഇവിടെ കെട്ടുകൾ അഴിക്കപ്പെട്ടു. യേശുവിനെ വധിക്കുവാനുള്ള ഏറ്റവും അവസാനത്തെ കാരണം ഇതാണ്. അവർ യേശുവിനെ വധിക്കുവാനായിട്ട് തീരുമാനമെടുക്കുന്നു. അങ്ങനെ ഉള്ള ഒരാലോചനയിൽ നിൽക്കുമ്പോൾ യേശു തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ അന്ത്യത്തിലേക്ക് കടന്നു വരികയാണ്. അതിൻ്റെ അവസാനം എന്ന രീതിയിൽ, ഇതിൻ്റെ ഒരു സമാപനം, ഈ അടയാളങ്ങളുടെ പുസ്തകത്തിൻ്റെ സമാപനം എന്ന രീതിയിൽ യേശുവിൻ്റെ പാദം കഴുകുന്ന യേശുവിൻ്റെ തൈലാഭിഷേക സംഭവം 12-ാം അധ്യായത്തിൽ വിവരിക്കുകയാണ്. അവിടെ മാർത്തായും മറിയവും അവരുടെ ഭവനത്തിൽ, ലാസറിൻ്റെ ഭവനത്തിൽ യേശുവിന് വിരുന്നൊരുക്കപ്പെടുന്നു. അവിടെ മറിയം ഒരു വലിയ വിലയേറിയത് ശുദ്ധമായ കുപ്പി നർദിയൻ സുഗന്ധതൈലം എടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശി തലമുടി കൊണ്ട് തുടച്ച് അവനെ
ബഹുമാനിക്കുന്നതായി കാണുന്നു. ഇതിനെ തടയാൻ വരുന്നവരോട് യേശു പറയുന്നു, എൻ്റെ അന്ത്യനാളുകൾക്ക് വേണ്ടി ഇവളെന്നെ തൈലം പൂശുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്രകാരം യേശുവിൻ്റെ രാജകീയമായ ജെറുസലേം പ്രവേശനം, ആ പ്രവേശനത്തിന് ശേഷം ഗ്രീക്കുകാർ, വിജാതീയർ പോലും യേശുവിനെ തേടി വരുന്ന സംഭവം അവതരിപ്പിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ ഈ ആദ്യ ഭാഗം അവസാനിക്കുകയാണ്. യേശു പറയുകയാണ് മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുമെന്നുള്ള ഒരു പ്രവചനം കൂടി നടത്തിക്കൊണ്ടാണ് 12-ാം അധ്യായം അവസാനിക്കുന്നത്. അങ്ങനെ അടയാളങ്ങളുടെ പുസ്തകം ഇപ്രകാരമുള്ള 7 അടയാളങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഈ സുവിശേഷൻ സമാപിപ്പിക്കുന്നു. ഇനിയും നമുക്ക് മഹത്വത്തിൻ്റെ പുസ്തകത്തിലേക്കാണ് അടുത്ത എപ്പിസോഡിൽ കിടക്കേണ്ടത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ.